ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂഡ് ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മിഡ് ജോണിലുള്ള നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കാണുന്നത് അതൊക്കെ റീഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മൊത്തം എടുക്കാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കിട്ടിയത് ദ 10 of Wands ആണ്, അതുപോലെ തന്നെ ദ 6 of Pentacles ആൻഡ് ദ 8 of Pentacles ആണ്. നിങ്ങൾക്ക് വരുന്ന അപ്കമിങ് ചേഞ്ചസ് എന്താണെന്ന് വെച്ചാൽ, ഇതിലൂടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഹേർട്ട് ചക്ര ബ്ലോക്കായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ലൊരു ടൈമായിട്ട് നിങ്ങൾക്ക് സെൽഫ് ലവിനുള്ള ടൈമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർ അതൊന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴും അതൊന്നൊരു ചേഞ്ച് അക്സെപ്റ്റബിൾ ചെയ്യാൻ പറ്റാത്ത ഒരു നടുക്ക് ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കുറച്ച് പേരെയും കാണുന്നുണ്ട്. അതായത് പുതിയൊരു മാറ്റം വേണമെങ്കിൽ കുറച്ച് സെൽഫ് കോൺഫിഡൻസ് ആവശ്യമുണ്ട്, പക്ഷെ അതില്ലാതെ ഒരു നടുക്ക് സ്റ്റക്ക് ഇനി എന്ത് എന്നുള്ള ഡിസിഷൻ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ യാതൊരു രീതിയിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മാറ്റത്തേക്ക് എടുത്ത് ചാടി പുറപ്പെടാൻ ഒരു പേടി പോലെ ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാർഡ്സും ക്ലാരിഫൈ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഓക്കെ, വാട്ട് ഡസ് ഏസ് ഓഫ് കപ്സ് represent? The 9 of Wands. പാസ്റ്റ് എക്സ്പീരിയൻസിൽ മറ്റുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്തവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാനുള്ള ധൈര്യം കുറച്ച് പേർക്കുണ്ട്, കുറച്ചധികം പേർക്കുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു ചേഞ്ച് നിങ്ങളെ വെയിറ്റിംഗ് ആണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ് കണ്ടിന്യൂ ചെയ്യുക. അത് പകുതി അല്ലെങ്കിൽ ഹേർട്ട് ചക്ര ബ്ലോക്ക് ആക്കിയിട്ട് ഇനി എന്ത് വേണമെന്ന് അറിയാതെ മടുത്ത് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെപ്പോഴും ചെയ്യുന്ന ഒരു റുട്ടീൻ അത് കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ന്യൂ പേഴ്സൻ്റെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു കടന്നു വരവ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ ഒരു കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഒരു പാസ്റ്റ് ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആലോചിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്റ്റ് ട്രോമാറ്റിക് പെയിൻഫുൾ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് വേദന സഹിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ അവർ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഞാനാണ് എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ഹോപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തോ അറിയുന്നോ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാത്ത കുറച്ച് പേര് എനിക്കിവിടെ കാണിക്കും. അത്ര ദാറ്റ് മച്ച് ലെവൽ ഓഫ് കോൺഫിഡൻസ് പലർക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് കുറച്ചും കൂടി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത്. ചേഞ്ചസ്. ഓക്കെ, 10 ഒക്ടോബർ മന്ത് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാവാം. ബോട്ടം ഓഫ് ദ ഡെക്ക് ദ 3 of Wands. ഓക്കെ, പലരും പാസ്റ്റ് ലൈഫിലുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ മാറി വീണ്ടും ഒരു ഹാപ്പി ഫാമിലി, അത് മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ പലരും വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് നല്ല രീതിയിൽ പെയിൻ ആയിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെ വീണ്ടും ചിന്തിക്കുന്നവരാണെങ്കിൽ അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം ഒരു മാറ്റമില്ലാത്ത സാധനത്തിനെ കുറിച്ച് ഓർത്ത് വീണ്ടും നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് കളയരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ഈസ് ഓവർ, ഇനി എനിക്ക് ഫ്യൂച്ചറിലേക്ക് പലതും ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ 10 month ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ഒരു പേഴ്സൻ്റെ ഒരു എൻട്രി, മേ ബി ഈ ഒരു നിങ്ങൾ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലേക്ക് പോയ ആ ഒരു പേഴ്സൻ്റെ ഒരു എൻട്രി, മേ ബി കുറച്ച് പേർക്ക് അതൊരു 10 days ആകാം. അതുപോലെ തന്നെ കുറച്ച് പേരുടെ കുറേ ലാഗ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹേർട്ട് ചെക്ക് നിങ്ങളുടെ തോട്ട് കൊണ്ട് ബ്ലോക്ക് ആക്കിയത് കൊണ്ട് തന്നെ അവിടെ എന്താണ് നല്ല രീതിയിൽ ലാഗ് ഉള്ളത് ഒരു 10 month എന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു അത്രയും സിറ്റുവേഷൻ നിങ്ങൾക്കൊരു പെയിൻഫുള്ളാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം.
ഈസ് ദീസ് ഇപ്പോൾ പലർക്കും നല്ല രീതിയിൽ ജോബൊക്കെ ഉള്ളവർ അങ്ങനെയുള്ളവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ കാണിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് ഈ ഒരു ടൈം നേടാവുന്നതാണ്. അതുപോലെ തന്നെ അതായത് ഈ ഒരു ടൈം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം, അതായത് അത് ഏത് തരത്തിലുള്ള ഗുരുവാണ്. അതുപോലെ തന്നെ അതൊരു റീഡർ ആയിരിക്കാം, ചിലർ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർക്കൊരു ഗൈഡൻസ് സപ്പോർട്ട് നിങ്ങൾക്കൊരു നമ്മൾ പറയാറില്ലേ, കോരി ചൊരിയുന്ന മഴയത്തൊരു കുളിർക്കാറ്റ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരിയുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ്. അത്രയും നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ അതിനെ കൂളാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഡിഫറൻസ് ആയിരിക്കാം, പക്ഷേ പലർക്കും അങ്ങനത്തെ ഒരു ഹെൽപ്പ് കിട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വരികയാണെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സൈഡിലിടും. പക്ഷേ രണ്ടാമത്തെ ഓൺ ദ അതർ ഹാൻഡ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവർ വേറൊരു സെക്ഷനിലുമുണ്ട്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇനി ഈ ഒരു പേഴ്സൺ വന്നാലും ഞാൻ കെയർ ആക്കില്ല, കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ജോലീൻ്റെ അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന, എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ വിക്ടറി കാണിച്ച വിജയങ്ങൾ ആഘോഷിക്കുന്ന ഒരുപാട് എനിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കൂട്ടത്തിൽ തന്നെയുണ്ട്. പിന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ലെറ്റ്സ് ചെക്ക് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടുപേർക്കും കുറച്ച് പേർക്ക് അവിടെ ഹോപ്പാണ് ഉണ്ടാകുന്നത്. കാരണം വീണ്ടും വെയിറ്റിംഗ് സൈനാണ് കുറച്ച് പേരെ സംബന്ധിച്ച്. കാരണം വീണ്ടും ആ ഒരു ഓർമ്മകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു പാസ്റ്റിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ് അതിപ്പോൾ എല്ലാവർക്കും കണ്ടു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വരണമെന്നില്ല. കുറേയൊക്കെ നോ കോണ്ടാക്റ്റാണ്, കുറേ ആൾക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, ചിലപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഓൺലൈൻ ത്രൂ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ വൈബ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെ കണ്ടിട്ട് എല്ലാം സംസാരിക്കണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് എനർജിയൊക്കെ വല്ലാതെ ആ ഒരു രീതിയിൽ. കാരണം ഇതുവരെ ഈ ഒരു വ്യക്തിയായിട്ട് അനുഭവിച്ച ഒരുപാട് കാര്യമുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും നിങ്ങളുടെ ഒക്കെ വന്ന് പുതിയൊരു തുടക്കം വേണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അത് ക്രോസ് റോഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഉള്ളത്. കാരണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, ബട്ട് ദൂരെ നിന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. അഥവാ എടുത്ത് ചാടിപ്പോയാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും എന്നറിയില്ല. അപ്പോൾ തമ്മിലും ഭേദം എന്താണ്, ഇങ്ങനെ നിൽക്കുക, ടൈം ആകുമ്പോൾ റൈറ്റ് ടൈം ആകുമ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുക്ക വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് നോക്കി വെക്കാം നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൻ്റെ തോട്ട് എന്താണ്. ഓക്കെ, ആ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളൊരു ഓപ്പൺ ബുക്ക് മാതിരി. ഓപ്പൺ ബുക്കിൻ്റെ സെൻസ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമാക്കി മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല, പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ഇന്നൊന്നല്ലല്ലോ കാണുന്നത് എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി എത്രയും ദൂരെ നിൽക്കുന്തോറും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നോ കോണ്ടാക്റ്റ് പോയിട്ട് കുറേ നാളൊക്കെ ആയിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് പണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല, ഇന്ന് ഷാഠ്യം പിടിച്ച് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എഫേർട്ട് എടുത്തവരാണ്. പക്ഷെ പെട്ടെന്നൊരു ചേഞ്ച് ആ ഒരു വ്യക്തിക്കും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ എന്താണ്, ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ താവാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഈഗോ ബൂസ്റ്റിങ് ചെയ്യുക, അതുപോലെ തന്നെ മണിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ അത്ര താണ് തരാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്താണ്, വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുക്ക വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വില പോകുമോ എന്നുള്ള ആ ഒരു തോട്ടും ഈ ഒരു വ്യക്തിയിൽ സ്റ്റക്കഡായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലുള്ള രീതിയിൽ ഒരു റെസ്പോൺസും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അതിൽ നിന്ന് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പലരെയും എനിക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് അവസരങ്ങൾ കൊടുക്കും തോറും ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കാണാം. കുറച്ച് പേരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. കാരണം എന്താണ്, അവിടെ പൂർണ്ണമായിട്ട് നിങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്ന്
ഇപ്പോൾ തോട്ടിലൂടെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കുറച്ച് പേരെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്ക് നിൻ്റെ ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിലുള്ള എനർജിയൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, വൈബ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരെ ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വല്ലാതെ അങ്ങ് അലട്ടിയിട്ടുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു പേഴ്സൺ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നോക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് മാറി നോക്കുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഹാപ്പിയാണ്. പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് എങ്ങനെയാണെങ്കിലും പുള്ളിക്കാരത്തി വിചാരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രത്തോളം ഇങ്ങനെ മാറാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചേഞ്ച് ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് അക്സെപ്റ്റബിൾ അല്ല. നോ കോണ്ടാക്ട് റൂളിൽ നിങ്ങൾ എത്രത്തോളം പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി അതൊന്നും ഈ ഒരു വ്യക്തി ആ ഒരു ടൈം കണ്ടില്ല. പക്ഷേ പോകെ പോകെയാണ് നിങ്ങളെന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വേറൊരു ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വഴി നിങ്ങൾ ഈ ട്രൈ ടു കോണ്ടാക്ട് ചെയ്യാത്ത എന്നുള്ള നിങ്ങളെക്കുറിച്ച് എന്താണ് എന്നുള്ള രീതി. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഐ ഡോണ്ട് കെയർ എന്നുള്ള മട്ടിലാണ് പലരും. കുറച്ച് ആൾക്കാർ ആ ഒരു ദേഷ്യത്തിൽ മുന്നോട്ട് അല്ലെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കുറച്ച് പേരുടേത് വിരലിൽ എണ്ണാൻ പറ്റുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ വാസ് സംതിങ്, ദ മെമ്മറീസ് സ്റ്റക്ക് ഇൻ ബിറ്റ്വീൻ യു എന്നുള്ള രീതിയിൽ കൈൻഡ് ഓഫ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. കുറേ പേരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. എല്ലാം കൂടി ഒരു ബ്ലോക്കായിട്ടുള്ള നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡ് തോട്ട് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വരാനുള്ള ഒരു ഗുഡ് തിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ പല രീതിയിൽ പലരും ജോബിന് അല്ലെങ്കിൽ പണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിന് ചെറിയ രീതിയിലൊരു ഹോപ്പൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു സെക്യൂർ ആവണം, അല്ലെങ്കിൽ ലൈഫ് സെറ്റിൽ ആവണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് എപ്പോഴും ഒരു സൈഡിൽ തന്നെ, അതായത് ഈ ഒരു കാര്യത്തിൽ പലർക്കും ഒരു ചേഞ്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് നടക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബട്ട് സ്റ്റിൽ പലർക്കും അവിടെ ഒരു ഹോപ്പുണ്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ള രീതിയിൽ ഫാമിലിയെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. Journey by the moonlight, the cleansing water, watching clouds, and bottom of the duck is wise leader. You are beckoned for others. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ ജേണി ബൈ മൂൺലൈറ്റ് എന്നുള്ള കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ഉണ്ടെങ്കിലും അതിനൊരു മാറ്റം വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആ ഒരു ടൈമിങ്ങിനെ വിശ്വസിക്കുക. ട്രസ്റ്റ് പ്രോസസ്സ് എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ക്ലെൻസിങ് വാട്ടർ എന്ന് പറഞ്ഞൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്യൂരിഫിക്കേഷൻ ആക്ടിവേറ്റ് വൈബ്രൻറ്റ് ലൈഫ് ഫോഴ്സസ്. അതായത് എന്ത് തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിചാരിക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എന്തുകൊണ്ടാണ് ലൈഫിൽ ചേഞ്ചസ് വരുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മൾ തേർഡ് കാർഡ് കിട്ടിയ വാച്ചിങ് ക്ലൗഡ്സ് എന്നുള്ളൊരു കാർഡാണ്. ലൈ ബാക്ക്, റെസ്റ്റ് ആൻഡ് റിലാക്സ്. ചിലവർക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ റിലാക്സ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ കാം ഡൗൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ബ്ലെസ്സിങ്സ് എന്താണെന്നും കൂടി നോക്കാം. രാധാമാൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സോൾ ഫ്ലെയിമിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. ദെൻ എൽമോറിയോ. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഈസ് ദ ഹോറസ് കാർഡ്. അത് കഴിഞ്ഞ് കൃഷ്ണ ഭക്ത്, കൃഷ്ണൻ്റെ ഭക്തന്മാർക്കുള്ള കാർഡാണ് ഇത്. ലോർഡ് കൃഷ്ണ കാർഡ്, ഡിവോഷൻ കാർഡ്.
ഹോറസ് ദ കോസ്മിക് ഗേറ്റ് വേ എന്ന് വരുന്നൊരു കാർഡാണ്. യുവർ തോട്ട് ആൻഡ് മാഗ്നറ്റിക് ആൻഡ് പവർഫുൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലെൻസിങ് വാട്ടർ എന്ന് കാണിച്ച പോലെ തന്നെ, കാരണം നിങ്ങളുടെ തോട്ടാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ദ മിറാക്കുലസ് ചേഞ്ചസ് ആർ ഒക്കറിങ്. വീണ്ടും ചേഞ്ചസിനെ കാണിക്കുന്ന, ബിലീവ് ഇൻ മാജിക് എന്ന് ഓൾറെഡി ചേഞ്ചസിനെ കാണിക്കുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ. കാരണം നിങ്ങൾ നിങ്ങളുടെ തോട്ടിനെ മാറ്റും, നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റും, പവർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എന്ത് തന്നെ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിന് നല്ലതാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അടുത്ത രാധാമാൻ്റെ കാർഡാണ്. സോൾ ഫ്ലെയിമിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. റീഡിസ്കവർ എ ലോസ് പാർട്ട് ഓഫ് യുവേഴ്സ്, എക്സ്പീരിയൻസ് റിലേഷൻഷിപ്പ് ഹാർമണി ആൻഡ് ഹീൽ. ചില കാര്യങ്ങളിൽ നമ്മളിൽ ഹീലിംഗ് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയാതുണ്ടെങ്കിൽ എൽമോറിയയുടെ അവൈക്കനിങ് പ്രസൻസ് ആണ്. ദ യൂണിവേഴ്സ് ഈസ് വിത്ത് യു. യൂണിവേഴ്സൽ പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വേറെ ക്ലോക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ലവ്. എപ്പോഴും സ്നേഹത്തിൻ്റെ പാത അല്ലെങ്കിൽ സ്നേഹത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അതുപോലെ തന്നെ സെൽഫ് ലവിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മേരി മാഗ്ഡലീനൻ്റെ ടീച്ചർ അവൈക്കൻസ് എന്നുള്ളൊരു കാർഡാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ടൈം കിട്ടുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിപ്പോൾ ടാരറ്റ് റീഡേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ആരുമാകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫോളോ യുവർ ഇന്നർ കോൾ, ഡോണ്ട് ലെറ്റ് എനിത്തിങ് ടു സ്റ്റോപ്പ് യു. നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആണെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഒരു കാര്യം, ഒരു ചിന്ത കൊണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബ്ലോക്ക് ആക്കരുത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.